അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഹസ്സൻതു നഫ്സി ബിൽ ഹയ്യിൽ ഖയ്യൂം അല്ലദീ ലാ യമൂതു അബദാ വദഫഅതു വന്നിസുഅ ബി അൽഫി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ബഹുമാനികളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ജ്ഞാനിയായ പ്രവാചകൻ എന്നതാണ്. ഏറ്റവും അറിവുള്ള മനുഷ്യപുത്രൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നതാണ് ഉത്തരം. ഏറ്റവും അറിവുള്ള ആൾ, അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ മലായിക്ക ലോകത്തെക്കുറിച്ച്, കിതാബുകളെക്കുറിച്ച്, ഈ അണ്ടകടാഹങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ സർവ സംവിധാനങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശാലമായ പരന്ന അറിവിൻ്റെ ഉടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മാത്രമല്ല, ഗ്രാഹ്യശക്തി, നന്നായിട്ട് ഗ്രഹിക്കാനും കാര്യങ്ങളെ ഹൃദ്യസ്ഥമാക്കാനുമുള്ള അപാരമായ കഴിവിൻ്റെ ഉടമയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഉപകാരപ്രദമായ, നാഫിയായ, മൻഫഅത്തുള്ള ഒട്ടനവധി അറിവുകൾ ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരന്ന, അഗാധമായ, മറഞ്ഞ, അദൃശ്യമായ ഒട്ടനവധി അറിവുകളുടെ ഒരു ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ അത് വളരെ വ്യക്തമായി പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഖുർആനിലൂടെ. മുഹമ്മദ് നബിയാണ് ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ എന്നും, പ്രവാചകൻ്റെ അറിവിൻ്റെ ആഴവും വ്യാപ്തിയും വ്യാസവും അത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നിസായിലെ ഒരു ആയത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അല്ലാഹു പറയുന്നു, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അലീമ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് ഉദ്ധരിക്കുകയാണ്, പറയുകയാണ്, വഅലൈക്കുമുസ്സലാം, അല്ലാഹു ഇറക്കിയിരിക്കുന്നു പ്രവാചകൻ്റെ മേൽ, അഥവാ അങ്ങയുടെ മേൽ, അൻസലല്ലാഹു അലൈക, അങ്ങയുടെ മേൽ ഇറക്കിയിരിക്കുന്നു, അൽ കിതാബ, ഖുർആനിനെ, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ, ഖുർആനിനെ, അൽ ഫുർഖാനുൽ അലീമിനെ, വൽ ഹിക്മത്ത, ഹിക്മത്തിനെയും. ഹിക്മത്തും ഇൽമും ഒന്നല്ല. അറിവ് എന്ന് പറയുന്നത് സത്യത്തിൽ ജഹാലത്തിൻ്റെ, അജ്ഞതയുടെ എതിർവശത്തുള്ളതാണ്. അറിവില്ലായ്മയുടെ എതിർവശമാണ് അറിവ്. ജഹാലത്ത്, വിവരമില്ലായ്മ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. എന്നാൽ ഹിക്മത്ത് എന്ന് പറയുന്നത്, ഇൽമുള്ളവർക്കൊക്കെ ഹിക്മത്ത് ഉണ്ടാകും, ഹിക്മത്തുള്ളവർക്കൊക്കെയും ഇൽമും ഉണ്ടാകും. ഇൽമും ഹിക്മത്തും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട്. പണ്ഡിതന്മാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ലാസിം മൽസുമാണ്. ഒന്നുണ്ടായാൽ മറ്റതുണ്ടാവുക നിർബന്ധമാണ്. ഇൽമുണ്ടായാൽ ഹിക്മത്ത് ഉണ്ടാവും. ഇൽമ് ഉണ്ടാവേണ്ടത് പ്രകാരം വിജ്ഞാനത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടെങ്കിൽ ഹിക്മത്ത് ഉണ്ടാവും. ഹിക്മത്ത് ഉണ്ടാവണമെങ്കിൽ വിജ്ഞാനവും ഉണ്ടാവണം. അപ്പോൾ ഇൽമും ഹിക്മത്തും ഒന്നല്ല, വ്യത്യാസമുണ്ട്. വിജ്ഞാനം വിവരക്കേടിൻ്റെ എതിര് നിൽക്കുന്ന സംഗതിയാണ്. പക്ഷേ ഹിക്മത്ത് എന്ന് പറയുന്നത് കൗതുകമുണർത്തുന്ന, ഹിക്മത്തുളവയാക്കുന്ന തത്വങ്ങളാണ്. അഥവാ നമുക്ക് അത്ഭുതം തോന്നുന്ന, യുക്തി തോന്നുന്ന, കൗതുകം തോന്നുന്ന,
തത്വങ്ങൾക്കാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ഒട്ടനവധി ആളുകൾ തത്വജ്ഞാനികളായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതന്മാർ ആയിരിക്കാം, പക്ഷേ അവർ തത്വജ്ഞാനികൾ ആയി അറിയപ്പെട്ടിട്ടില്ല. വിജ്ഞാനമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഹിക്മത്ത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അവർ ഹക്കീമാവുന്നത്, തത്വജ്ഞാനിയാവുന്നത്. എല്ലാ ആലിമീങ്ങളും ഹിക്മത്തുള്ളവൻ ആവണം എന്നുണ്ടെങ്കിൽ തന്നെ പ്രായോഗിക തലത്തിൽ അങ്ങനെ കഴിഞ്ഞോളണം എന്നില്ല. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമും ഹിക്മത്തും ഉടയ ആളാണ്. ഇൽമും ഹിക്മത്തും ഉള്ളത് കൊണ്ട് തന്നെ ലോകത്തിൻ്റെ നേതാവായിട്ട് ഇവിടെ നിയോഗിക്കപ്പെടുന്ന ആ പ്രവാചകന് ഈ ഇൽമും ഹിക്മത്തും നിർബന്ധവുമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ടും നൽകി ആദരിച്ചത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ആ കിതാബ് എന്ന് പറഞ്ഞാൽ ഇൽമാണ്. അത് ഇൽമ് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഹിക്മത്തും ശേഷം കൊടുത്തു. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, അങ്ങയുടെ മേൽ അല്ലാഹു കിതാബും ഹിക്മത്തും ഇറക്കിയിരിക്കുന്നു. മാത്രമല്ല വഅല്ലമക മാ ലം തകുൻ തഅലം, തങ്ങൾക്കറിയാത്തതിനെ അല്ലാഹു പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങയെ അല്ലാഹു താങ്കൾക്കറിയാത്തതിനെ വ്യക്തമായി പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം, അങ്ങേക്കറിയാത്തതിനെ അല്ലാഹു പഠിപ്പിച്ചു. വകാന ഫദ്ലുല്ലാഹി അലൈക അലീമ, അല്ലാഹുവിൻ്റെ അടുക്കൽ അല്ലാഹു അങ്ങയുടെ ശ്രേഷ്ഠത, മഹത്തായ ശ്രേഷ്ഠത ആക്കിയിട്ടുണ്ട് അല്ലാഹു. വകാന ഫദ്ലുല്ലാഹി അലൈക അലീമ, അല്ലാഹുവിൻ്റെ ഫളില് അങ്ങയുടെ മേൽ മഹത്തായ രീതിയിൽ അല്ലാഹു തന്നിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അപ്പം അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പരസ്യപ്പെടുത്തുന്നു വലിയ ജ്ഞാനിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഅലമു ഖൽഖില്ലാഹി തആല വഅരിഫുഹും ബില്ലാഹി തആല, ഞാൻ സൃഷ്ടികളിൽ ഏറ്റവും അറിവുള്ളവനാണ്. അഅലമു ഖൽഖില്ലാഹി തആല, അല്ലാഹു തആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും അറിവുള്ളവനാണ് ഞാൻ. അല്ലാഹുവിൻ്റെ റസൂൽ തന്നെ പറയുന്നുണ്ട്. വഅരിഫുഹും ബില്ലാഹി തആല, അല്ലാഹു തആലയെ കൊണ്ട് ഏറ്റവും അറിവുള്ളവൻ, അവരിൽ ഏറ്റവും അള്ളാഹിനെ കുറിച്ച് അറിവുള്ളവൻ ഈ സൃഷ്ടികളിൽ, അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവൻ ഞാനാണ്. ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. പടച്ചവനെ മനസ്സിലാക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ ദാത്തും സിഫാത്തും അവിടുത്തെ അഫ്ആലും ഒക്കെ മനസ്സിലാക്കി അവിടുത്തെ സിഫാത്തുകളുടെ അർത്ഥമൊക്കെ പഠിച്ച് ആ മൗജൂദായ അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി എന്ന് പറയുന്ന റബ്ബിനെ ശരിയാവണ്ണം അറിയാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്. അപ്പോൾ അള്ളാഹിനെക്കുറിച്ച് ഏറ്റവും അറിഞ്ഞ ആൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവാനേ തരമുള്ളൂ. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് മറ്റൊരിടത്ത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം അന്നഹു, അപ്പോൾ നിശ്ചയം നിങ്ങൾ അറിയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ലെന്ന്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ല, അറിഞ്ഞ് വിശ്വസിക്കണമെന്ന, അള്ളാഹിനെ അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിക്കണമെന്ന. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ അള്ളാഹിനെ മനസ്സിലാക്കിയവൻ, അള്ളാഹുവിനെ അറിഞ്ഞവൻ, അവിടുത്തെ സിഫാത്തുകളെക്കുറിച്ച് പഠിച്ചവൻ, അവിടുത്തെ ഖുദ്റത്തുകളെക്കുറിച്ച് പഠിച്ചവൻ, അവിടുത്തെ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കിയവൻ, അവിടുത്തെ അജായിബുകളെ കണ്ടറിഞ്ഞവൻ വേറെ ഒരാളും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. മറ്റൊരു റിവായത്തിൽ റസൂൽ പറയുന്നുണ്ട്, അന ആരിഫുകും ബില്ലാഹ്, ഞാനാണ് നിങ്ങളിൽ അള്ളാഹിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവൻ. മറ്റൊരു റിവായത്തിൽ കാണാം. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായി ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മറ്റ് അമ്പിയാക്കളുടെയും ഒക്കെ അറിവും ജ്ഞാനവും ആ അറിവിൻ്റെ വ്യാസവുമൊക്കെ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തട്ടിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ പണ്ഡിതൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടെ അല്ലമകമാലം തക്കുൻ താലം എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകളൊക്കെ വലിയ ചർച്ചകളിലേക്ക് പോകുന്നുണ്ട്. അല്ലമകമാലം തക്കുൻ താലം, അങ്ങേക്കറിയാത്തതിനെ അള്ളാഹ് അങ്ങയെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുത്ത മാലം തക്കുൻ, അറിയാത്ത ഒന്നിനെ എന്ന് പറഞ്ഞാൽ സർവ്വതിനെയും എന്ന.
അഥവാ അല്ലത്തി ഹിയ ലിൽ ഉമൂമി വശുമൂലി ലിതഉമ്മ ജമീഅൽ ഉലൂമി അല്ലത്തി അല്ലമഹല്ലാഹു തആല ലിറുസുലിഹി വഅംബിയായിഹി. സർവ്വ അമ്പിയാക്കൾക്കും റസൂലുകൾക്കും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത സർവ്വവിജ്ഞാനങ്ങളും സർവ്വവിജ്ഞാന ശാഖകളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് ഇതുകൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്. ഇനി നമുക്ക് വെറുതെ ഖുർആനും ഹദീസും തന്നെ മാത്രം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പോകുമ്പോൾ അത് രസകരമാണ്. ആരാണ് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ എന്ന് പറയുന്ന ആ പണ്ഡിതൻ, ആ ആലിമുൽ അല്ലാമ ആരാണ്? എത്രമാത്രം വിജ്ഞാനിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി? അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളെ, രഹസ്യപരമായ അജ്ഞാനങ്ങളെ ഒക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അള്ളാഹു. അനസ് റളിയല്ലാഹു അൻഹു തൊട്ടുള്ള റിപ്പോർട്ടിൽ കാണാം, അന്നന്നാസ നിശ്ചയ ജനങ്ങൾ സഅലു നബി അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഹത്താ അഖ്ഫുഹു ബിൽ മസ്അലതി ഐ അക്സിറു അലൈഹിൽ അസ്ഇല ഫഖറജ ദാത യൗമിൻ ഫസഇദൽ മിംബറ ഫഖാല. ജനങ്ങളിങ്ങനെ ചോദ്യവും ഉത്തരവൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്ന കൂട്ടത്തിൽ റസൂൽ മിമ്പറിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി ഒരു ദിവസം. എന്നിട്ട് പറഞ്ഞു, സലൂനി നിങ്ങളെന്നോട് ചോദിച്ചോളൂ, ലാ തസ്അലൂനി അൻ ഷൈഇൻ ഇല്ലാ ബയ്യൻതുഹു ലക്കും. നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് വ്യക്തമായ ഉത്തരം ഞാൻ തന്നിരിക്കും എന്ന അർത്ഥത്തിൽ റസൂൽ ചോദിക്കാൻ ടൈം കൊടുക്കുകയാണ്. ഒരു ഗുരുനാഥൻ ശിഷ്യഗണങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അധ്യാപകൻ വിദ്യാർത്ഥികളോട് എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാം എന്ന് പറയുന്ന ഒരു തരത്തിൽ സ്വഹാബത്തെ കിറാമിനോട് റസൂൽ പറയുകയാണ്, സലൂനി ലാ തസ്അലൂനി, നിങ്ങൾ ചോദിക്കൂല, അൻ ഷൈഇൻ, ഒരു വസ്തുവിനെ തൊട്ട് നിങ്ങൾ ചോദിക്കൂല, ഇല്ലാ ബയ്യൻതുഹു ലക്കും, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തന്നിട്ടല്ലാതെ അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞിരിക്കും. അള്ളാഹു എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത, പിന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് തൊട്ടറിയാൻ പറ്റാത്ത, നമ്മുടെ മനസ്സിൽ ഊഹിച്ചെടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സൃഷ്ടിയാണല്ലോ, ഒരു സൃഷ്ടിയല്ലാത്ത സൃഷ്ടാവിനെ കുറിച്ച്, ആ സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം വളരെ വലുതാണ്. അപ്പോൾ അതൊക്കെ റസൂലിനറിയാം. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹു എവിടെ, അള്ളാഹു ഉണ്ടെന്നുള്ള തെളിവെന്ത്, ഇങ്ങനെ തുടങ്ങിയ കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്തായിരിക്കും പറയേണ്ടത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വ്യക്തമാക്കി കൊടുക്കും. അതാണ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. മാത്രമല്ല മറ്റൊരു റിവായത്തിൽ കാണാം, മാ ദുംതു ഫീ മഖാമി ഹാദാ, നിങ്ങൾ എന്നോട് ചോദിച്ചോളി, എന്ത് ചോദിച്ചാലും അതിന് ഞാൻ ഉത്തരം നൽകും. മാത്രമല്ല ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കുമ്പോഴൊക്കെ, അഥവാ ഇപ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ, ഈ മിമ്പറിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ ചോദിച്ചോളൂ, ആ ചോദ്യത്തിനൊക്കെയും ഞാൻ ഉത്തരം നൽകും. അപ്പോൾ ചില സമയത്തും സന്ദർഭത്തും ഐബിയായ നിലക്ക് അള്ളാഹുവിനിക്ക് ലദുന്നിയായ പല അറിവുകളും അള്ളാഹു തആല സമയം കൊടുക്കും എന്ന് മനസ്സിലാക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, ഇങ്ങനെയുള്ള ചോദ്യോത്തരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പറഞ്ഞപ്പോൾ റസൂൽ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തിലൊക്കെ കണ്ട ഖൈറുകൾ, കണ്ട ഷർറുകൾ, സ്വർഗം, നരകം, അതിനോട് ചുറ്റിപ്പറ്റിയ സംഗതികളൊക്കെ അള്ളാഹു റസൂലിന് കാണിച്ചു കൊടുത്തു. ഇനി വഴിയെ അത്തരം ഹദീസുകൾ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ വ്യാപ്തി വിശദീകരിച്ചുകൊണ്ട് വേറെയും ഹദീസുകളും ഉദ്ധരണികളുമൊക്കെ ഉണ്ട്. ഖുർആനിൻ്റെ ഹഖായിഖുകൾ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, അതിലുള്ള വിജ്ഞാനങ്ങൾ. ഖുർആൻ എന്ന് പറയുന്നത് തന്നെ എന്താ? ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആനൊരു ഫാത്തിഹ സൂറത്തുകൾക്ക് 70 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ പ്രാപ്തമായ രീതിയിൽ വ്യാഖ്യാനം എഴുതാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഖുർആനിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനം ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ എന്ന് പറയുന്ന അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്ത്, ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല, പിന്നെ ഖുൽ ലൗ കാനൽ ബഹ്റു
ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദാ. വളരെ വ്യക്തമായ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഖുൽ നബിയെ തങ്ങൾ പറയുക, ലൗ കാനൽ ബഹ്റു ബഹറിലുള്ള ബഹർ മൊത്തം മിദാദല്ലി കലിമാത്തു റബ്ബി എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾക്കുള്ള മഷിയാവുകയാണെങ്കിൽ, ബഹറുകളിലൊക്കെയുള്ള വെള്ളം എൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം എഴുതാൻ മഷിയാവുകയാണെങ്കിൽ, കുല്ലൗ കാനൽ ബഹ്റു മിദാദല്ലി കലിമാത്തി റബ്ബി തൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾക്ക്. കുല്ലൗ കാനൽ ബഹ്റു മിദാദല്ലി കലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ലനഫിദൽ ബഹ്റു ബഹർ വറ്റിപ്പോകും. ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ബഹറിലെ മഷിയായി ഉപയോഗിച്ച വെള്ളം വറ്റിപ്പോകും. അത്രമേൽ വ്യാഖ്യാനം എഴുതാൻ ഖുർആനുണ്ട്. ഇത് ഖുർആൻ്റെ നസ്സ, ഖുർആൻ്റെ ആയത്താണ് ഞാൻ ഈ ഓതിയത്. ഒരു വ്യാഖ്യാനമല്ല, ഏതൊരു മൊയ്ലിയർ പറഞ്ഞതല്ല, ഏതൊരു ഒരു തഫ്സീറിലുള്ള വാക്യമല്ല. ഖുർആൻ്റെ ആയത്തിൻ്റെ ഭാഷാർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഖുർആൻ അത്രമേൽ വിശാലമായ വ്യാഖ്യാനമുള്ള, അത് മുഴുവനും ഉൾക്കൊള്ളുന്ന, സഞ്ചരിക്കുന്ന ഖുർആനാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഫാത്തിഹ സൂറത്ത് മുതൽ നാസ് വരെയുള്ള സർവ്വ ആയാത്തുകളുടെയും അകവും പുറവും ഉള്ളും പുറവും അതിൻ്റെ ആഴങ്ങളിൽ അറിഞ്ഞുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെയും പഠിച്ച ആളാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പല മറഞ്ഞ കാര്യങ്ങളും റസൂലിന് പ്രത്യേകിച്ച് സീക്രട്ടായി അറിയിച്ചു കൊടുക്കുന്ന രംഗവും കൂടി ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ വ്യാപ്തിയെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ. അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിൽ 26-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. ആലിമുൽ ഗൈബി, ഗൈബുകളെ അറിയുന്ന റബ്ബ്, ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ, ആ മറഞ്ഞ കാര്യങ്ങളുടെ മേലിൽ ഒരാളെയും പ്രത്യക്ഷപ്പെടുത്തൂല, വെളിവാക്കൂല, ഒരാൾക്കും വെളിവാക്കി കൊടുക്കൂല. ഫലാ യുദ്ഹിറു, അത് വെളിവാക്കുകയില്ല, അലാ ഗൈബിഹി, തൻ്റെ ഗൈബായ കാര്യങ്ങളുടെ മേലിൽ, അഹദൻ, ഒരാൾക്കും, ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ, തൻ്റെ പ്രവാചകന്മാരിൽ നിന്ന് അള്ളാഹ് തൃപ്തിപ്പെട്ട ചിലർക്കല്ലാതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ തനിക്കിഷ്ടപ്പെട്ട പ്രവാചകരിലേക്ക് ഗൈബുകളെ, മറഞ്ഞ കാര്യങ്ങളെ അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്ന്. അപ്പോൾ അവിടേക്ക് അറിവിൽ കിടപിടിക്കുന്ന പ്രവാചകൻ്റെ അറിവിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ ഇതിലപ്പുറം മറ്റെന്തു വേണം? സൃഷ്ടിപ്പിൻ്റെ തുടക്കം മുതൽ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെയും നരകാവകാശികൾ നരകത്തിലേക്ക് കടക്കുന്നത് വരെയുമുള്ള സർവ്വ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. റസൂൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമൻ, റസൂലുള്ളാഹി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് നിന്നു. ഫഅഖ്ബർനാ, അങ്ങനെ ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു, അൻ ബദ്ഇൽ ഖൽഖി, സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തെക്കുറിച്ച്. ഈ സൃഷ്ടി സംജകളെ മുഴുവനും പടക്കുന്നതിന് തുടക്കത്തെക്കുറിച്ച് പറഞ്ഞു. ഹത്താ ദഖല അഹ്ലുൽ ജന്നത്തി അൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെയുള്ള കാര്യം. വ അഹ്ലുന്നാരി അന്നാർ, നരകാവകാശികൾ നരകത്തിൽ കിടക്കുന്ന അതുവരെയും. എന്നിട്ടോ ഹഫിളഹു മൻ ഹഫിള വനസിയഹു മൻ നസിയ, മനപ്പാടമാക്കാൻ കഴിഞ്ഞവരൊക്കെ മനപ്പാടാക്കി, മനപ്പാടാക്കാൻ സാധിക്കാത്തവർ മറന്നുപോയവരൊക്കെ മറന്നുപോയി. കുറേ ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ ഹിഫ്ളാക്കാൻ സാധിച്ചവരൊക്കെ ഹിഫ്ളാക്കി, മറന്നുപോയവരൊക്കെ മറന്നുപോയി. മാത്രമല്ല മറ്റൊരിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അൻ ഹുദൈഫത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീനാ മഖാമൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇടയിൽ ഒരു സ്ഥാനത്ത് നിന്നു, ഒരു സ്ഥലത്ത് കയറി നിന്നു. എന്നിട്ടോ
മാ തറക ഫീഹി ഷൈഅൻ ഇല്ലാ ഖിയാമസ്സാഅതി ഇലാ ഖിയാമിസ്സാഅതി മാ തറക ഫീഹി ഷൈഅൻ ഇലാ ഖിയാമിസ്സാഅതി ഇല്ലാ ദക്കറഹു. അതിനെ പറഞ്ഞിട്ടല്ലാതെ റസൂല് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. ഖിയാമത്ത് നാൾ ഓരോ വസ്തു മുതൽ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. അലിമഹുമൻ അലിമ വജഹിലഹുമൻ ജഹില. പഠിച്ചവരൊക്കെ പഠിച്ച്, അറിവ് നേടിയവരൊക്കെ നേടി, അജ്ഞരായവരൊക്കെ അജ്ഞരായി. അങ്ങനെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജ്ഞാനത്തിൻ്റെ വ്യാപ്തിയെ മനസ്സിലാക്കി തരുന്നു നമുക്ക്. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, കമാ അഖ്ബറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ഹുവ കായിനുൻ ബഅദഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുന്ന സംഭവങ്ങളുടെ ഒക്കെ ഒരു വിശദീകരണം കൊടുക്കുന്ന ഒരു രംഗം. ഫഫീ സ്വഹീഹി മുസ്ലിമിൻ അൻ അംർ ബിൻ അഖ്തബുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയെ തൊട്ട് ഖാല സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൻ അൽ ഫജ്റ. ഒരു ദിവസം സുബഹി നിസ്കാരം, ഫജ്ർ നിസ്കാരം ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചു. എന്നിട്ട് വസ്സഇദൽ മിമ്പറ, മിമ്പറിൽ അങ്ങോട്ട് കയറി. ഫഖതബന, അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പ്രസംഗിച്ചു. ഹത്താ ഹളറത്തിൽ ളുഹ്റു, ളുഹ്ർ നിസ്കാരം ഹാജരാകുന്നത് വരെ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ളുഹ്ർ വരെയും പ്രസംഗിച്ചു. ഫനസല, റസൂൽ മിമ്പറിൽ നിന്നിറങ്ങി. ഫസല്ല, ളുഹ്ർ നിസ്കരിച്ചു. തുമ്മ സഈദൽ മിമ്പറ, സ്വലാം വീട്ടി നിസ്കാരത്തിന് ശേഷം വീണ്ടും മിമ്പറിൽ കയറി. ഫഖതബന, റസൂലുള്ള ഞങ്ങളോട് പ്രസംഗിച്ചു. ഹത്താ ഹളറത്തിൽ അസ്റു, അസ്ർ ഹാജറാകുന്നത് വരെ, അസ്ർ സന്നിധമാവുന്നത് വരെ. ഫനസല ഫസല്ലാർ, വീണ്ടും മിമ്പറിൽ നിന്നിറങ്ങി അസ്ർ നിസ്കരിച്ചു. തുമ്മ സഈദൽ മിമ്പറ, പിന്നെ മിമ്പറിലേക്ക് കയറി. ഫഖതബന, അപ്പോൾ റസൂൽ വീണ്ടും പ്രസംഗം തുടങ്ങി. ഹത്താ ഖറബത്തി ശംസു, സൂര്യൻ അസ്തമിക്കുന്നത് വരെ പ്രസംഗം തന്നെ. ഫഅഖ്ബറന, ഞങ്ങളോട് റസൂൽ പറഞ്ഞു. ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, അവസാന നാൾ വരെ ഉണ്ടാവുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. ഫഅലമന അഹ്ഫളന, ഞങ്ങളത് പഠിപ്പിച്ചു, ഞങ്ങളത് പഠിച്ചു, മനസ്സിലാക്കി, ഹിഫ്ളാക്കി. സുബഹി മുതൽ ളുഹ്ർ വരെ, ളുഹ്ർ മുതൽ അസർ വരെ, അസർ മുതൽ മഗ്രിബ് വരെ പ്രവാചകൻ ഇങ്ങനെ പ്രസംഗിക്കുക തന്നെ. ഈ ഭൂമി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ വളരെ പല പണ്ഡിതന്മാരും, ആധുനിക പണ്ഡിതന്മാരും, സലഫും ഹലഫും ഒക്കെ വിശദീകരണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന സർവ്വ സംഭവങ്ങളുടെയും പ്രവചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹദീസിൻ്റെ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വലിയ ജ്ഞാനത്തിൻ്റെ, അള്ളാഹു അറിയിച്ചു കൊടുത്ത ഒട്ടനവധി അറിവുകളുടെ ഒരു കേദാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടൊരു വേള, ഹദീസുകളിലൂടെ തന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല മധുരമാണ്, നല്ല ആനന്ദമാണ്. റസൂൽ പറയുന്നു, അന മുഹമ്മദുൻ നബിയുൽ ഉമ്മിയ്യ്, ഞാൻ ഉമ്മിയായ പ്രവാചകനാണ്. വലാ നബിയ്യ ബഅദി, എൻ്റെ ശേഷം പ്രവാചകനില്ല. ഖാലഹ സലാസൻ, ഇത് 3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഊതീതു ഫവാതിഹൽ കലിമി വ ഖവാതിമ, വചനങ്ങളുടെ തുടക്കം ഫവാത്തിഹ് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ഹവാത്തിമും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് ഒരുപാട് വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, രഹസ്യത്തിൻ്റെ ഉള്ളറകൾ എനിക്ക് നൽകിയിട്ടുണ്ട്. വ അലിംതു, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കം ഖസനത്തിന്നാർ, നരകത്തിൻ്റെ കവാടങ്ങൾ, ഖജനാവുകൾ എത്രയാണെന്ന്. വഹമലത്തുൽ അർഷ്, അർഷിൻ്റെ വഹിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്ന്. അഥവാ നരകത്തെ കാക്കുന്നവർ, അതിനെ കാവൽ നിൽക്കുന്നവർ, അതിൻ്റെ ഖജാനകൾ, അതുപോലെ അർഷിൻ്റെ കാവൽക്കാർ എത്രയാണെന്നൊക്കെ എനിക്കറിയാം. മറ്റൊരു ഹദീസ്,
ഹദീസ് ഇങ്ങനെ പറയും, ഹദീസ് പറയൽ തന്നെയാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാനം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മരുന്ന്. പ്രവാചകൻ്റെ അറിവിൻ്റെ വ്യാപ്തിയെ തൊട്ട് തലോടി മുന്നോട്ട് പോകാൻ ഏറ്റവും രസകരമായ അധ്യായം ഹദീസാണ്, വിശുദ്ധ ഖുർആനാണ്. കമാ വറദ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ട് വന്ന തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അത്ലഅഹു അല്ലാഹു തആല അലാ ആലമിൽ ബർസഖി, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വ്യക്തമാക്കി വെളിവാക്കി കൊടുത്തു ബർസഖിയായ ലോകത്തെക്കുറിച്ച്. വഅഹ്വാലിഹിം വശുഊനിഹിം, അവിടുത്തെ അവസ്ഥകളും അവിടുത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ ആലമിൽ ഹഷർ, മഹ്ശറ ലോകത്തെക്കുറിച്ച്. വഅഹ്വാലുന്നാസി ഫീഹി, ജനങ്ങളുടെ അവസ്ഥ ആ മഹ്ശറിലുള്ള സ്ഥിതി എന്താണെന്നുള്ളത്. വആലമിൽ അർളി, വിചാരണയുടെ ലോകത്തെക്കുറിച്ച്. വആലമുൽ ഹൗലി, ഹൗലിൻ്റെ, നബിയുടെ ഹൗലിൻ്റെ ലോകത്തെക്കുറിച്ച്. വഅഖ്ദിസ് സുഹഫി വൽ ഹിസാബി വൽ മീസാനി വസ്സിറാത്ത്, ഏടുകളും ഹിസാബും തുലാസും സുറാത്ത് എന്ന് പറയുന്ന പാലവും ഇതിനെക്കുറിച്ചൊക്കെയുള്ള സർവ്വ അഹ്വാലുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തു. മാത്രമല്ല നരകാവകാശികളുടെ അവസ്ഥ, സ്വർഗാവകാശികളുടെ അവസ്ഥ, ഇതൊക്കെയും റസൂലിന് അള്ളാഹു വ്യക്തമാക്കി കൊടുത്തു. മറ്റൊരു ഹദീസ്, വഫീഹി, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകന് ചൊരിച്ചു കൊടുത്ത അറിവിൻ്റെ വ്യാപ്തിയെ മനസ്സിലാക്കാൻ റസൂൽ പറയാണ്, വഫീഹി അൻ അല്ലാഹ തആല യുഫീലു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉലൂമ ഹത്താ ഖാല, റസൂലിൻ്റെ മേലിൽ അള്ളാഹു ചൊരിച്ചു കൊടുത്ത അറിവിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് റസൂൽ അതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഫതജല്ലാലി കുല്ല ഷൈഇൻ വഅറഫ്തു, ഫതജല്ലാലി കുല്ല ഷൈ, എല്ലാ വസ്തുക്കളെയും എനിക്ക് വെളിവാക്കി തന്നിട്ടുണ്ട്. അറഫ്തു, ഞാനത് അറിയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു പറഞ്ഞാൽ അറഫറ മനസ്സിലാക്കിയെന്ന, അലിമ എന്നാൽ അറിഞ്ഞു പോയിന്നു, അറിഞ്ഞു, പക്ഷേ അറഫ മനസ്സിലാക്കി, മനസ്സിലാക്കിയെന്ന. പടച്ചോനെ മറ്റൊരു റിവായത്തിൽ കാണാം, ഫഅലിംതു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശലോകത്തുള്ള ഒന്നിനെയും ഭൂമി ലോകത്തുള്ള ഒന്നിനെയും ഞാൻ അറിഞ്ഞു, ഞാൻ മനസ്സിലാക്കി, പഠിച്ചു. അതൊക്കെയും അള്ളാഹ് എനിക്ക് പഠിപ്പിച്ചു തന്നു. വഫീ റിവായത്ത് തൊബറാനി, ഇമാം തൊബറാനിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫഅല്ലമനി കുല്ല ഷൈ, എല്ലാ വസ്തുക്കളെയും എനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു. വഫീ റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, ഫമാ സഅലനി അൻ ഷൈഇൻ ഇല്ലാ അലിംതുഹു, ഒരു വസ്തുവിനെക്കുറിച്ചും എന്നോട് ചോദിച്ചിട്ടില്ല, ഇല്ലാ അലിം, ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടല്ലാതെ. അപ്പോൾ ഇതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ വിശാലമായ ആ അർത്ഥ തലങ്ങൾ. അത് അവിടുത്തെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ ആ ഒരു ആഴം. ഇതിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ നേർക്ക് നേരെയുള്ള ഇടപെടലുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇടപെടുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിജ്ഞാനിയാകുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും നായകനാവേണ്ടുന്ന, രണ്ട് ലോകത്തെയും നേതാവായ, സർവ്വത്തിൻ്റെയും ലീഡർഷിപ്പിൽ നിൽക്കേണ്ടുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ ആലിം തന്നെ ആവണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മിമ്പറിൽ നിന്നുകൊണ്ട് പ്രവാചകനെ പറഞ്ഞ ചില വാക്കുകളുണ്ട്. പ്രവാചകൻ്റെ സാഹിത്യത്തിൻ്റെ സമ്പുഷ്ടത, അവിടുത്തെ ഫസാഹ, ബലാഗ തുടങ്ങിയ വിജ്ഞാന ശാഖയിലൊക്കെയുള്ള അവഗാഹത്തിൻ്റെ സാഹിത്യ സമ്പുഷ്ടമായ പ്രവാചകൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് സ്വഹാബത്തെ കിറാം പ്രവാചകരോട് തന്നെ സംഭാഷണം നടത്തുന്ന രംഗമുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നി ഖദ് ഉഅതീതു ജവാമിഉൽ കലിമി വഖവാതിമഹ വഖ്തസറ ലി ഇഖ്തിസാറൻ, എനിക്ക് ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള
വചനങ്ങളുടെ ചില ജവാമികൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ അവസാനവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് ചില ഇഖ്തിസാറുകൾ നൽകിയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്. വസഅലഹു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അൻ സിർരി ഫസാഹതിഹി, പ്രവാചകൻ്റെ സാഹിത്യ സമ്പുഷ്ടമായ സംസാരത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് റസൂലിനോട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പ്രകൃതക്കാരനാണ്. എന്ത് കണ്ടാലും അത് ഒരു ചോദ്യോത്തരം നടത്തും, ബുദ്ധിപരമായ ഇടപെട്ടുകൊണ്ട് ആ കാര്യം നേടാനുള്ള ശ്രമം നടത്തും. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്താ പറഞ്ഞത്? യാ നബി അല്ലാഹ്, അള്ളാഹിൻ്റെ പ്രവാചകരെ, മാലക അഫ്സഹു മിന്ന വലം തഖ്റുജു മിൻ ബൈനി അളുഹുരിന. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാഷയാണ്. ഞാനത് പഠിച്ചു, ജിബ്രീലിൻ്റെ അടുക്കൽ വന്നു, ഞാനത് പഠിക്കുകയും ഹിഫ്ളാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ സാഹിത്യ സമ്പുഷ്ടമായ ഉമ്മിയായ പ്രവാചകൻ, എഴുത്തുകുത്തുകൾ നടത്താത്ത നിരക്ഷര കുക്ഷിയായ, എഴുത്തും വായനയും പഠിക്കാത്ത അങ്ങനത്തെ ഒരു ജനതയിൽ നിന്ന് ഉയർത്തു വന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗത്തിലെ സാഹിത്യ സമ്പുഷ്ടമായ രംഗങ്ങൾ കണ്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അങ്ങ് ഞങ്ങൾ കൂടെയാണല്ലോ, പുറത്തേക്ക് അവിടെ പോകുന്നത് കാണില്ല, ഒരു വിദേശ പഠനത്തിനോ ഉപരിപഠനത്തിനൊന്നും പോകുന്നത് കാണുന്നില്ലല്ലോ, എന്തുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ സമ്പുഷ്ടമായി സാഹിത്യ സമ്പുഷ്ടമായി സംസാരിക്കുന്നത്? അപ്പോൾ ആ റസൂൽ പറഞ്ഞത് ലുഗത്തു ഇസ്മായിൽ, അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാഷയാണ്. ഖദ് ദറസ്തു, ഞാൻ പഠിച്ചു, ഫജാഅനി, അപ്പോൾ എൻ്റെ അടുക്കൽ വന്നു, ബിഹ, അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആ ഭാഷ കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു, ഫഹഫിൽതുഹ, ഞാനത് പഠിച്ചു. അതാണ് എന്നെ സാഹിത്യ സമ്പുഷ്ടമാക്കിയത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇന്ന് കുറച്ച് നേരത്തെ നിർത്തേണ്ടതുണ്ട്, ചെറിയൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വിജ്ഞാനത്തിൻ്റെ ആഴത്തിൻ്റെ പരപ്പ് മനസ്സിലാക്കാനുള്ള ചെറിയൊരു ഒരു ടാബ്ലറ്റ് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് വിശദമായി ഞാൻ വായിച്ചതും പഠിച്ചതും മനസ്സിലാക്കിയതുമായ കുറേ സംഗതികൾ വിശദീകരിക്കാൻ ഈ സമയം പരിമിതമല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുണ്ടെങ്കിൽ റസൂലിൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച്, അവിടുത്തെ സാഹിത്യത്തെക്കുറിച്ച്, ഫസാഹത്തിനെക്കുറിച്ച്, അവിടുത്തെ ബലാഗത്തിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കണം. അവിടുന്ന് ഗൈബിയായ വിജ്ഞാനത്തിൻ്റെ വികാസത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹ, ഞാൻ വിജ്ഞാനത്തിൻ്റെ പട്ടണമാണെങ്കിൽ അലി അതിൻ്റെ വാതിലാണ്. അപ്പോൾ പ്രവാചകൻ വിജ്ഞാനത്തിൻ്റെ ഒരു പട്ടണമാണ്. സർവജ്ഞാനിയായ പ്രവാചകൻ, ആ ജ്ഞാനത്തിൻ്റെയൊക്കെയും കൂടിയപ്പോഴുള്ള വിനയം പ്രവാചകൻ പ്രാർത്ഥിച്ചത് ഖുൽ റബ്ബി സിദ്നി ഇൽമാന, എനിക്ക് റബ്ബേ നീ അറിവിനെ വർദ്ധിപ്പിച്ചു താ എന്ന് പ്രാർത്ഥിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത്. അതാണ് അറിവ് കൂടുമ്പോഴുണ്ടാകുന്ന ഒരു സ്വഭാവം, മനുഷ്യനിൽ എല്ലാം ഉൾക്കൊള്ളാൻ, ആരെയും ഉൾക്കൊള്ളാൻ, ഏത് പരുവത്തിലും പിടിച്ചു നിൽക്കാൻ, ആടോറും വിട്ടുവീഴ്ച ചെയ്യാൻ, സഹാനുഭൂതിയോടുകൂടി, സഹിഷ്ണുതയോടുകൂടി, സ്നേഹ സൗഹൃദത്തോടുകൂടി, പാരസ്പര്യത്തോടുകൂടി ഇടപെടാനും ഒക്കെയുള്ള മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ വിജ്ഞാനമുള്ള ഒരാൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ജ്ഞാനിയായൊരു മനുഷ്യന് കഴിയും. അതാണ് അറിവിൻ്റെ ഒരു ഇത്. അറിവുണ്ടാകുമ്പോൾ വിനയമായിരിക്കും. പ്രവാചകൻ അങ്ങേയറ്റത്തെ താഴ്മയുള്ളവനായിരുന്നു. ലോകത്തിൻ്റെ നേതാവായി നിൽക്കുമ്പോഴും വിനയാന്വിതനായി, പക്വമതിയായി, ഏറ്റവും പക്വമതിയും ഏറ്റവും ജ്ഞാനിയും ഏറ്റവും വിനയാന്വിതനും ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു ലീഡറായിട്ട് നിലകൊള്ളാൻ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? വിജ്ഞാനം അള്ളാഹു അങ്ങനെ കോരിച്ചൊരിഞ്ഞു കൊടുത്തപ്പോൾ വിനയം കൊണ്ട് ഭൂമിയോളം താഴാനും വിനയാന്വിതനായി കഴിയാനും അചഞ്ചലമായ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാനും തൻ്റെ ഉമ്മത്തിനെ നയിക്കാനുമുള്ള പ്രാപ്തിയും കഴിവും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകി എന്നുള്ളതാണ്. അപ്പോൾ വിനയമുള്ളവർക്ക്, അറിവുള്ളവർക്ക് വിനയം നിർബന്ധമാണ്. അറിവുണ്ടോ വിനയം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അറിവും അഹങ്കാരവും ഒരുപോലെ ഒന്നിച്ച് ഒരു മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് അറിവുള്ളവരുടെ ഒരു സ്വഭാവമായി നമ്മൾ കണ്ട ജ്ഞാനികളൊക്കെയും അറിവുള്ളവരൊക്കെയും പൈശാചികത കടന്നുകൂടാത്ത,
അഹന്തയും ടമ്പും അഹങ്കാരവും കടന്നുകൂടാത്ത സർവ വിജ്ഞാനികളും വിനയാനിതരായിരിക്കും. റസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു യംശി ബിഹാ ഖാലിയൻ മിഖ്ദാറ അത്ഖാലി. റസാനത്തുൽ ഇൽമി അറിവിൻ്റെ മുത്തുക്കുല, അറിവാകുന്ന ആ മുത്തുക്കുല ഇങ്ങോട്ട് തൂങ്ങിയാൽ, കനം തൂങ്ങിയാൽ, റസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു അതൊരുത്തനിൽ കനം തൂങ്ങിയാൽ, യംശി ബിഹാ ഖാലിയൻ അതുകൊണ്ടവൻ നടക്കും, ആ വിജ്ഞാനത്തിൻ്റെ കനം തൂങ്ങുന്നതിന് അനുസരിച്ച് അവൻ നടക്കും. മിഖ്ദാർ അത്ഖാലി ഈ വിജ്ഞാനത്തിൻ്റെ കനമനുസരിച്ച് ആ കനം തൂങ്ങുമ്പോൾ വിനയാന്വിതനായി താഴ്മയോടുകൂടി ഭൂമിയിൽ നടക്കും. അത് ഒരു ജ്ഞാനിയുടെ സ്വഭാവമാണ്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ അവിടുത്തെ കമാലു തവാദുഹി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കമാലു ഇൽമിഹി വ ഹിക്മതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കമാലു തവാദുഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ കമാലു റഹ്മതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കമാലു ഇൽമിഹി വ ഫസാഹതിഹി വ ബലാഗതിഹി നമ്മൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. കൂടുതൽ അറിയാനും പഠിക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത ദിവസങ്ങളിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് സംവദിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റന്നാൾ വിഷയം ഏതാണെന്ന് ഓർക്കുന്നില്ല. ഏതായിരുന്നാലും മറ്റന്നാൾ നമ്മുടെ ഒരു വിഷയമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇടവിട്ട ദിവസങ്ങളിൽ ഇനി ഏതാനും 6 പരിപാടി കൂടിയുണ്ട്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കൂടുതൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അറിയാനുള്ള തൗഫീഖിനെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതിനുള്ള സർവ്വ ഭൗതിക സാഹചര്യങ്ങളും അള്ളാഹു നമുക്ക് ഒരുക്കി തരട്ടെ. റബീഉൽ അവ്വൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംവദിക്കുക, സംസാരിക്കുക, അതൊരു ആനന്ദമാണ്. അത് മനസ്സിനൊരു കുളിർമയാണ്. അവിടുത്തെ കുറിച്ച് പറയൽ തന്നെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.